ഹായ് ഫ്രണ്ട്സ്, സുനു വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് റബ്ബർ കൃഷിയെക്കുറിച്ചാണ്. വേനൽക്കാലത്ത് നമ്മൾ സംരക്ഷിക്കേണ്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. വായോ വീഡിയോയിലേക്ക്. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാത്ത കൂട്ടുകാരായി ഈ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. റബ്ബർ തൈകൾക്ക് വേനൽക്കാലത്ത് നമ്മൾ പുതയിട്ട് കൊടുക്കണം. ഉണങ്ങിയ കരിയിലയോ ചകിരിച്ചോറോ ഒക്കെ അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഉണങ്ങിയ ഇലകൾ കളകളും റബ്ബർ തോട്ടത്തിൽ നിന്ന് തീ പടരാൻ സാധ്യതയുണ്ട്. അതിനാൽ തോട്ടത്തിൽ നിന്ന് ചുറ്റും 2-3 മീറ്റർ വീതത്തിൽ ഫയർ ബെൽറ്റുകൾ നിർമ്മിക്കുക. ശൈത്യകാലത്ത് വേനൽക്കാലത്ത് തുടക്കത്തിലും പുലർച്ചെ 3:30 മുതൽ 4 മണി വരെ ടാപ്പിംഗ് തുടങ്ങുന്നത് കൂടുതൽ കറ ലഭിക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ വേനൽക്കാലത്ത് റബ്ബർ മരങ്ങൾക്ക് വളം നൽകുന്നത് അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. വേനലിലെ കഠിനമായ വരൾച്ച സമയത്ത് നേരിട്ട വളപ്രയോഗം നടത്തുന്നത് മരങ്ങൾ ഗുണത്തേക്കാൾ കൂടുതൽ ദോഷകരമാണ്. വേനൽക്കാലത്തെ കഠിനമായ വരൾച്ചയിൽ വളം നൽകുന്നത് ഒഴിവാക്കുക. മണ്ണിൽ ആവശ്യത്തിന് ഈർപ്പമുള്ളപ്പോൾ മാത്രമേ വളം പിടിച്ചെടുക്കാൻ മരത്തിന് കഴിയൂ. സാധാരണയായി ഏപ്രിൽ-മെയ് മാസത്തിൽ ആദ്യ വേനൽ മഴയ്ക്ക് ശേഷമാണ് ആദ്യ ഗഡു വളം നൽകേണ്ടത്. വളം ഇടുന്ന രീതി എന്ന് പറഞ്ഞാൽ തൈകളുടെ ചുവട്ടിൽ നിന്ന് ഏകദേശം 1 മീറ്റർ മാറി തടമെടുത്ത് വളം ഇട്ടുകൊടുക്കാം. അഞ്ച് വർഷം മുതൽ ടാപ്പിംഗ് തുടങ്ങുന്നത് വരെയുള്ള മരങ്ങൾക്ക് 1 ഹെക്ടറിന് 400 കിലോ മിശ്രിതം 2 ഗഡുകളായി നൽകാം. ടാപ്പിംഗ് നടത്തുന്ന വലിയ മരങ്ങൾക്ക് വർഷത്തിൽ ഒരു മരത്തിന് 90 ഗ്രാം NPK മിശ്രിതം 10-10 ഗ്രേഡ് 2 ഗഡുക്കളായി നൽകാം. മണ്ണിലെ ഈർപ്പം നിലനിർത്താൻ ഉണങ്ങിയ ഇലകളോ പുല്ലുകളോ ഉപയോഗിച്ച് തടത്തിൽ പുതയിടുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ കടുത്ത വെയിലിൽ നിന്ന് സംരക്ഷിക്കാൻ മരങ്ങളുടെ തടത്തിൽ തറനിരപ്പ് മുതൽ കവര വരെ ചുണ്ണാമ്പ് വെള്ളം പൂശുന്നത് സൂര്യതാപം തടയാൻ സഹായിക്കുന്നു. വേനൽക്കാലത്ത് റബ്ബർ കൃഷി വളരെ ശ്രദ്ധ കൊടുക്കുക. ഇതാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വ്യത്യസ്തമായിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ ബൈ ഫ്രണ്ട്സ്, പിന്നെ വരാം.